ഈ സർക്കാരിൻ്റെ അവസാന ദിനങ്ങളിൽ യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ തനിനിറം ജനങ്ങൾക്ക് മുമ്പിൽ പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്താണ്, ഒരു മന്ത്രി തന്നെ കൊടുത്ത മൊഴി, പോലീസിന് കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം മോശമായ രീതിയിൽ അവർ കേരളത്തിന് മുമ്പിൽ അഭിനയിച്ച് കാണിച്ച്, അതുകൊണ്ട് അവർ നേടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏതാനും KSU കുട്ടികളെ കുറച്ച് ദിവസം ജയിലിലിടാൻ പറ്റി എന്നത് മാത്രമാണ്. എന്നിട്ട് ഒടുവിൽ ആ മൊഴി മാറ്റി പറയുമ്പോൾ ഈ സർക്കാർ അതിന് കൂട്ടുനിന്ന മന്ത്രി മാത്രമല്ല, മന്ത്രിയോടൊപ്പം സ്പീക്കറും, സ്പീക്കറോടൊപ്പം തന്നെ മറ്റ് ചില നേതാക്കന്മാരും, ഈവൻ മുഖ്യമന്ത്രി പോലും കേരളത്തോട് വളരെ ദയനീയമായി പ്രതികരിച്ചത് ഞങ്ങളുടെ ഏതാനും KSU കുട്ടികളെ കുറച്ച് ദിവസം ജയിലിലിടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഓരോ ദിവസം കഴിയുന്നതോറും, ഓരോ മണിക്കൂറിലും പുറത്തു വരുന്ന വാർത്തകൾ ഈ സർക്കാരിൻ്റെ തനിനിറം കൂടുതൽ വെളിവാക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകരൻ്റെ പുസ്തകം വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ നിർമ്മിത പ്രളയമാണ് എന്ന്, മാൻമെയ്ഡ് ഫ്ലഡാണ് എന്ന് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന, അടിവരയിടുന്ന, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ രേഖകൾ ഞങ്ങൾ പുറത്തുവിട്ടതിന് ശേഷം ഇതുവരെ, ഈ സമയം വരെ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ ഇവരാരും തയ്യാറായിട്ടില്ല. വീണ്ടും അതിനെ അടിവരയിടുന്ന രീതിയിൽ ഈ സർക്കാരിൽ പ്രവർത്തിച്ച ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ആധികാരികമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം കൂടി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അഴിമതി എത്ര വ്യാപകമായിരുന്നു, എത്ര ആഴത്തിലായിരുന്നു എന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷവും ആരും, ഉത്തരവാദിത്തപ്പെട്ട ആരും മറുപടി പറയാനില്ല എന്നത് കാണിക്കുന്നത് ഈ സർക്കാർ അഴിമതിയുടെ ചെളിക്കുണ്ടിലായിരുന്നു. ഈ സർക്കാർ നടത്തിയ അഴിമതിയുടെ ആഴങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മാറ്റത്തിനായി ജനം വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്നും ഈ സർക്കാരിൻ്റെ ബാധ ഒഴിയാത്ത ഏതാനും ഉദ്യോഗസ്ഥർ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രസവിച്ച് 20 ദിവസം മാത്രമായ ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് പോലീസിൻ്റെ വലിയ അക്രമം അരങ്ങേറിയത്, അല്ലെങ്കിൽ പോലീസിൻ്റെ വലിയ കടന്നുകയറ്റം ഉണ്ടായത്. അതിനെ ചോദ്യം ചെയ്യാൻ ചെന്ന ഞങ്ങളുടെ പ്രിയ നേതാക്കന്മാർക്കെതിരെ കേസെടുത്ത് അവരെയും ജയിലിലിടാൻ ശ്രമിക്കുന്ന ആ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോഴും നിങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ ബാധ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ 4-ാം തീയതിക്ക് ശേഷം ജനകീയമായിട്ടൊരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വരും. അപ്പോൾ നിങ്ങളുടെ ഈ ചെയ്തികൾക്കെല്ലാം നിങ്ങൾ എണ്ണി മറുപടി പറയേണ്ടി വരുമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക്, ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന മനുഷ്യ നിർമ്മിത പ്രളയമാണ് എന്ന് പറഞ്ഞതിന് നാളിതുവരെ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതിന് അടിവരയിടുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായ നിലയ്ക്ക് ഇനിയെങ്കിലും സർക്കാരിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ. ഇത് യഥാർത്ഥത്തിൽ ഓരോ തവണയും ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു, ഞാനിതിന് മറുപടി പറയുമ്പോൾ എനിക്ക് ഒരു ഫെയറായിട്ടൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മറുപടി പറയും, നിങ്ങളത് ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ മാത്യു കുഴൽനാടിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞ് വരും. ഇങ്ങനെ ഓരോ സമയത്തും നിങ്ങൾ പറയുന്നത്. അതല്ലാതെ കോൺഗ്രസ്സിൽ നിങ്ങൾ പറയുന്നത് പോലെ, പ്രചരിപ്പിക്കുന്ന പോലെയുള്ളൊരു പ്രശ്നവുമില്ല. സ്വാഭാവികമായിട്ട് ഈ പാർട്ടിയിലൊരു പ്രോസസ്സുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നാൽ, ഭൂരിപക്ഷം കിട്ടിയാൽ കോൺഗ്രസിൻ്റെ MLA-മാരെ ആദ്യം ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേൾക്കും. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം സംസ്ഥാനത്ത് നിന്നും നിരീക്ഷകർ മനസ്സിലാക്കും. അത് ഹൈക്കമാൻഡിൽ കൺവേ ചെയ്യും. അതിനുശേഷം ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറയും. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമമാണ്. എത്രയോ കാലമായി നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു രീതി ഉള്ളതുകൊണ്ട് ദയവീത് നിങ്ങൾ റിസൾട്ട് വന്ന് ഞങ്ങളുടെ ഭൂരിപക്ഷം കിട്ടുന്നത് വരെ ദയവീത് വെയിറ്റ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ. അല്ല, ഹൈക്കമാൻഡ് എന്നുള്ള പ്രതിനിധിയല്ല. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഹൈക്കമാൻഡ് ഉള്ളൂ. ആ ഹൈക്കമാൻഡ് ആ തീരുമാനം എടുക്കും. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. അല്ല, ഇപ്പോൾ ഞങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും സജീവമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആളുകളാണ്. ഞാൻ വളരെ സീരിയസ് ആയി പറയണം. ഞാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ധാരാളം കമൻറ്റുകൾ, ഞങ്ങളുടെ കോൺഗ്രസ് പല നേതാക്കന്മാരെയും പച്ചയ്ക്ക് തെറി വിളിച്ചുകൊണ്ടിരുന്ന പല ഐഡികളും ഇപ്പോൾ അവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പറയുന്നത്
ഇങ്ങനെ വലിയൊരു തർക്കം കോൺഗ്രസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഹാൻഡിലുകൾ ഉപയോഗിക്കപ്പെടുന്നു എന്നത് ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ വരുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു അജണ്ടയിൽ നിന്നാണ് എന്ന് അത് ജനങ്ങൾക്ക് തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. അല്ലാതെ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തല്ലോ, അത് ബഹുമാനായ KP രമേശ് തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം പോലും ഉൾക്കൊള്ളാത്ത, അല്ലെങ്കിൽ അദ്ദേഹം പോലും അനുകൂലിക്കാത്ത, അദ്ദേഹം പോലും അക്സെപ്റ്റ് ചെയ്യാത്ത, അദ്ദേഹത്തിന് വളരെ എതിർപ്പും പ്രതിഷേധമുള്ള ഒരു നടപടി ആര് ചെയ്താലും അത് ചോദിക്കണ്ടേ? ആ നിലയ്ക്കാണ്. സതീശൻ എന്നൊരു പേരിലേക്ക് പൊതുവെ ഒരു ഏകീകരണം വരുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ ചർച്ചയ്ക്ക് ഈ ഘട്ടത്തിൽ ഒരു പ്രസക്തിയില്ല. കോൺഗ്രസിൻ്റെ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം കേട്ടതിന് ശേഷം, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായം മനസ്സിലാക്കിയതിന് ശേഷം ഹൈക്കമാൻഡ് ആരെ പ്രഖ്യാപിക്കുന്നോ അതാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതിലെ എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യും. അതാണ് കാലങ്ങളായി നടക്കുന്ന നടപടി. അത് മാത്രമേ നടക്കാനും പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.